ലോകത്തിന് ജീവരക്ഷകൾ ഘോഷിക്കുന്ന വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പറയാവുന്ന ശരീരത്തിലെ ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാധാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം അരുളി ചെയ്തു. യേശു അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടത്രയും. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവന്റെ അനുസൃതമായ ആഹാരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. ഇത് മനുഷ്യപുത്ര നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അവർ അവനോട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു ഉത്തരമായി പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവൻ അയച്ചവനെ വിശ്വസിക്കുകയാണ്. യഹൂദന്മാർ യേശുവിനോട് ഞങ്ങൾ കണ്ടതിനെ വിശ്വസിക്കുവാൻ തക്ക വിധം നീ എന്ത് അടയാളം കാണിക്കുന്നു, നീ എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് മോശ അപ്പം നൽകിയെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് മോശ നിങ്ങൾക്ക് അപ്പം തന്നില്ല. സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവ് അത്രേ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. അവർ യേശുവിനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവർ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവരുളി ചെയ്തു, ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഷത്തിനും നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം നൽകുമാറാകണമേ. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിങ്ങളുടെ കർത്താവത്തേക്ക് ഞങ്ങൾ ദൈവമേ ഇതിനുമുൻപാകെയുള്ള നമുക്ക് പ്രതിനിധിക്കുമായിട്ട് നിന്റെ ശരീരം അനുഭവിച്ചിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ കരുണായി വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും പ്രിയപ്പെടുമാറാകട്ടെ.
ഭാഗ്യമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവന രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നൽകുന്ന വിശുദ്ധ ബലിയോട് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ യാത്രാഭക്ഷണത്തോടുകൂടെ വിശുദ്ധീകരണത്തോടുള്ള കൃതജ്ഞതയ്ക്ക് കണ്ണുനടക്കുവാൻ നിങ്ങളെ പ്രവേശിക്കുന്ന ഈ സമയത്ത് ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോലെയുള്ളവർ നമ്മുടെ ഭാവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമായ മുദ്രവത്തപ്പെട്ടവരുമേ ഈ ധൃത്വം നിങ്ങളുടെ പരിഹാരം നൽകും. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശ്വാസികളാൽ നിങ്ങളുടെ പരേതര ആത്മാക്കൾക്ക് താൻ ആശ്വാസം നൽകും. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചും സമാധാനവും എന്നും ഞങ്ങൾക്ക് വേണ്ടി ആത്മീയ പിതാവ് അച്ഛന് വേണ്ടി അവിടെ വന്നത് കൊച്ചമ്മയുടെ ആങ്ങളെയായിരുന്നു പള്ളിയെ പ്രസിഡന്റ് ആദ്യമാണ് വന്ന് നല്ല മെസ്സേജ് തരികയും ഞങ്ങളുടെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തായിരുന്നു. അതിനുശേഷം പള്ളിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആൻഡ്രൂ സിറ്റി വരെ വന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം വന്നു. അവരുടെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പള്ളിക്ക് വേണ്ടി റീത്തുകൾ സമർപ്പിച്ചു. നിരവധി ആൾക്കാർ ഇവിടെ നിന്ന് ഓൺലൈൻ വഴിയും അല്ലാതെയും ഇവിടെ പൂക്കള് തരികയും ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ദിവസവും ഇവിടെ എല്ലാ ആളുകളും ഞങ്ങളെ ഫോൺ ചെയ്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാറുണ്ടായിരുന്നു. അവരോടുള്ള പ്രത്യേകമായി നന്ദി ഈ അവസരത്തില് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെന്ന രീതിയിൽ കേരള സമാജത്തിന് വേണ്ടി അവിടെ വീട്ടിൽ സമർപ്പിച്ചു. അതിന് പ്രത്യേകമായി നന്ദി ശ്രീ പ്രസിഡന്റ് വർഗീസ് മാത്യുവിനോടും ആ ഭാരവാഹികളെ അറിയിക്കുകയാണ്. മലയാളി അസോസിയേഷന് വേണ്ടി അവിടെ വീട്ടിൽ സമർപ്പിച്ചു. പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാമുവൽ ദോഷിയും ഭാരവാഹികളും കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഫൊക്കാനയ്ക്ക് വേണ്ടി അവിടെ അറിയിപ്പ് സമർപ്പിച്ചു. ഫോമയ്ക്ക് വേണ്ടി അവിടെ അറിയിപ്പ് സമർപ്പിച്ചു. പ്രത്യേകിച്ച് മുമ്പ് ഫോമയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട്, ഷാജി ഇവിടെ ഉണ്ട്. അപ്പം വന്നിട്ടുണ്ട് എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തിയാണ്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഡെട്രോയിറ്റ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആൾക്കാരുണ്ട്. വെസ്റ്ററിൽ നിന്നും കോർട്ടിൽ നിന്നും റോക്ക്ലാൻഡ് കൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി സെന്റ് ജോർജ് ഫാമിലിയോടുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ വാക്ക് നിർത്തുന്നു. ഞങ്ങളുടെ ലളിതമായ പിരിവ് സർക്കാരത്തിൽ കൂടി സംബന്ധിച്ചിട്ട് നിങ്ങളെല്ലാവർക്കും പിരിഞ്ഞു പോകാവൂ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെയും ഓർക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി.